ഹായ് ഹലോ എല്ലാവർക്കും സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആഴ്ചകളൊക്കെ എന്ത് പെട്ടെന്നാണ് പോകുന്നതല്ലേ. കഴിഞ്ഞ ആഴ്ച അതാ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നത്. എനിവേ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ടുകളൊക്കെ വളരെ കുറവാണ്. ഇനിയും ലൈക്കുകളും ഷെയറൊക്കെ ഒത്തിരി വേണം, എന്നാലേ ഇതൊക്കെ ഒന്ന് കയറി പോവുള്ളൂ. പല വെബ്സൈറ്റുകൾ കയറുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്തെങ്കിലും ഒരു സത്യം ഉണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പ് വരുത്തണമല്ലോ. സോ ഒത്തിരി നേരം ഇതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു മടിയും കാണിക്കരുത്. നമുക്ക് ഈ ആഴ്ച ഒത്തിരി ന്യൂസുകളുണ്ട്. ഇനി വരുന്ന ആഴ്ചയും ഒരുപാട് ന്യൂസുകളുണ്ടാവും. EMWC അടുത്ത ആഴ്ചയാണ് നടക്കാനായിട്ട് പോകുന്നത്. ബാഴ്സലോണയിൽ വെച്ചിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. 26-ാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ടെ. നമുക്ക് ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. നമ്മൾ ഒരുപാട് വീഡിയോകളിൽ സംസാരിച്ച IQ Neo 9 Pro എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്തു. ആമസോണിലൂടെ നമുക്കപ്പോൾ അത് വാങ്ങാനായിട്ട് സാധിക്കും. 36,999 രൂപയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ലോഞ്ചിങ് ഓഫറായിട്ട് 2,000 രൂപയുടെ ഓഫർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ അഡീഷണൽ എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങളല്ലാതെ കൊണ്ട് ഈ ഒരു ഫോണ് കൊള്ളാം. മൊത്തത്തിൽ ഇതിൻ്റെ സ്പെക്ക് മറ്റ് റിവ്യൂസൊക്കെ കണ്ടു നോക്കിയപ്പോൾ അത്യാവശ്യം കൊള്ളാം. നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോൺ തരുന്നത്. സോ 36,999 രൂപ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങാം. കാരണം ആ ഒരു 2,000 രൂപ ഡിസ്കൗണ്ടിൽ ഇപ്പോൾ കിട്ടും. ഐക്യൂൻ്റെ സൈഡിൽ നിന്ന് IQ Z9 എന്ന് പറയുന്ന ഒരു ഫോണിൻ്റെ ടീസർ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പല പ്രമുഖ യൂട്യൂബേഴ്സിൻ്റെ കയ്യിലും നമ്മൾ ആ ഒരു ഫോൺ റിയൽ ടൈമിൽ തന്നെ കണ്ടു. സോ അധികം വൈകാതെ ഈ ഒരു Z9 എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെങ്കിൽ Dimensity 7200 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. സോണി IMX 882 എന്ന് പറയുന്ന ഫസ്റ്റാണ് അത്തരത്തിലുള്ളൊരു സെൻസർ വെച്ചിട്ട് വരുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഫോൺ വരുന്നത്. സോ ഒരു പുതിയ ക്യാമറ സെൻസർ വെച്ചിട്ടുള്ളൊരു ഫോണാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. സാംസങ് ഗാലക്സി F15 എന്ന് പറയുന്ന ഒരു ഫോൺ അധികം വൈകാതെ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നോച്ച് ഡിസ്പ്ലേ ആണ് കേട്ടോ. ആ ഒരു പഞ്ച് ഹോള് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോച്ചായിട്ടാണ് ആ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ അതൊരു വളരെ മോശം പരിപാടിയാണ്. കാരണം ആ ഒരു പഴയ ടെക്നോളജി ഇപ്പോഴും സാംസങ് പോലൊരു കമ്പനി തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇത് റൂമറൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ റിയൽ ടൈം ഫോട്ടോസ് കാര്യങ്ങളെല്ലാം സാംസങ് തന്നെ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റ് സ്പെക്ക് നോക്കുകയാണെങ്കിൽ Dimensity 6100+ എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേഷനും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും ഇതിൽ സാംസങ് പറയുന്നുണ്ട്. അതുകൂടാതെ 6000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സോ ഏകദേശം ഒരു 15,000 രൂപയ്ക്ക് താഴെ വരാനുള്ളൊരു ചാൻസാണ് ഈ ഒരു ഫോണിന് കാണുന്നത്. ഫ്ലിപ്കാർട്ടിലായിരിക്കും വരിക. കാരണം F15 ആണ്. സോ ഓഫ് കോഴ്സ് യെസ് ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇനി M15 അല്ലെങ്കിൽ M16 എന്നും പറഞ്ഞിട്ട് ആമസോണിൽ ഇതിൻ്റെ തന്നെ മറ്റൊരു വേരിയൻറ്റ് ആമസോണിലും വരും അധികം വൈകാതെ. OnePlus Watch 2 26-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. മിക്കവാറും ആ ഒരു MWCയിൽ തന്നെയായിരിക്കും ഈ ഒരു വാച്ചിൻ്റെ റിവീലിംഗ് ഉണ്ടായിരിക്കുക. വാച്ച് ഫസ്റ്റ് വൻ ഷോക്കായിരുന്നു. തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവിയായിരുന്നു. സോ ഈ ഒരു വാച്ച് 2 വരുമ്പോൾ 1.43 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ W5 Gen 1 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഈ ഒരു വാച്ചിനെ പവറപ്പ് ചെയ്യുന്നത്. അതുകൂടാതെ ഗൂഗിൾ വെയറോസ് 4 ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് അതുകൂടാതെ റേഡിയൻറ്റ് സ്റ്റീൽ എന്ന് പറയുന്ന 2 കളർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക്, അതായത് 99 രൂപ കൊടുത്തിട്ട് പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് 1000 രൂപയുടെ അഡീഷണൽ ഡിസ്കൗണ്ട് ഈ ഒരു വാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കും. പിന്നെയും എന്തോ അവരുടെ TWSനൊക്കെ അഡീഷണൽ ഓഫറോ ഫ്രീ ആയിട്ട് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നല്ല പ്രൈസിലായിരിക്കും ഇത് വരാനായിട്ട് പോകുന്നത്. ഏകദേശം ഒരു 20,000-25,000 രൂപ പ്രൈസിലായിരിക്കും OnePlus ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആരും വാങ്ങില്ല. വൻ തോൽവി ആവും തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിവേ OnePlusൻ്റെ വാച്ച് 2 വരുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്ന് Redmi Buds 5 എന്ന് പറയുന്ന ഒരു TWS കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2,999 രൂപയ്ക്കാണ് ഇത് അവർ വിൽക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയത് 3 ടൈപ്പ് ANC ഫീച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡീപ്പ്, ബാലൻസ്ഡ്, ലൈറ്റ് എന്ന് പറയുന്നത്. എനിവേ ഷവോമിയുടെ പ്രൊഡക്റ്റാണ്. പ്രൈസും 3,000 രൂപയ്ക്ക് താഴെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഡീസൻറ്റ് പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഞങ്ങൾക്കും അതിൻ്റെ ആ ഒരു എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. സാംസങ് ഗാലക്സി ബഡ്സ് 2 പ്രോൻ്റെ ട്വിൻ ബാവോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ വന്നിട്ടുണ്ട്. സോ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 12,000-നും 15,000-നും ഉള്ളിലായിരിക്കും പ്രൈസ് വരുന്നത്. അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ട്വിൻ ബാവോന് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ പ്രൊഡക്റ്റ്
പുറത്തുനിന്നോ അകത്തുനിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. സംഭവം കാണാനൊക്കെ നല്ല രസമായിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ലിമിറ്റഡ് എഡിഷൻസ് വരുമ്പോൾ സാംസങ് ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. അതേപോലെ സാംസങ് ഗാലക്സി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ആക്സസറീസ് ഗാലക്സി S24 സീരീസിന് സാംസങ് പുറത്തിറക്കിയിട്ടുണ്ട്. കൂടുതലും കേസുകളാണ് ഞാൻ കണ്ടത്. ഒരുപാട് ലിമിറ്റഡ് എഡിഷൻസും സ്റ്റാർ വാർ എഡിഷൻ അതേപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ എഡിഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾ ഉപയോഗിക്കുന്നത് സാംസങ് ഗാലക്സി S24 സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്പെഷ്യൽ എഡിഷൻസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമുള്ള കേസുകളാണ് എല്ലാം. എൻ്റെ കയ്യിൽ S24 സീരീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നില്ല. വിവോ ഫോൾഡ് 3 എന്ന് പറയുന്ന ഫോണിൻ്റെ ലൈവ് ഇമേജുകളും റെൻഡേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ ഒറിജിനലാണോ അതോ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിട്ടതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ ചില ഫോട്ടോസ് കാണുമ്പോൾ നല്ല വലിപ്പം വെച്ചിട്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. സോ ഫോൾഡ് ഫ്ലിപ്പ് ഫോണുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വിവോയുടെ സൈഡിൽ നിന്ന് ഫോൾഡ് 3 അധികം വൈകാതെ വരുന്നുണ്ട്. ഷവോമി 14 സീരീസിലുള്ള ഫോണുകൾ ഇന്ന് അതായത് 25-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2 ഫോണാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഷവോമി 14ഉം 14 അൾട്ര എന്ന് പറയുന്ന മറ്റൊരു ഫോണും. ഇതിൽ അൾട്ര എന്ന് പറയുന്നത് അവരുടെ പ്രീമിയം കാറ്റഗറിയിലുള്ള ഫോണായിരിക്കും. ഏകദേശം 1,50,000 രൂപയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ്. ടൈറ്റാനിയം ഫ്രെയിമൊക്കെയാണ് അതിൽ വരുന്നത് എന്നും പറയുന്നുണ്ട്. ലൈക്കയുടെ ആ ഒരു ക്യാമറ കൊളാബറേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിളുകളൊക്കെ വന്നിട്ടുണ്ട്. അവർ പുറത്ത് വിടുന്ന ഫോട്ടോസൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. ഇതേ ഔട്ട്പുട്ട് നമ്മൾ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായിട്ട് നിൽക്കുന്നത്. എനിവേ ഈ ഒരു അൾട്ര എന്ന് പറയുന്ന ഒരു മോഡൽ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു പക്ഷേ വരികയാണെങ്കിൽ വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് മാത്രമായിരിക്കും, കുറച്ച് യൂണിറ്റുകൾ മാത്രമായിരിക്കും വരാനുള്ള ഒരു ചാൻസ് എന്നും പറയുന്നു. എന്തായാലും 14 സീരീസ് ഇന്ത്യയിലോട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്ക് റെഗുലറായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു നിലയ്ക്ക് തന്നെയായിരിക്കും ഈ നോർമൽ 14 എന്ന് പറയുന്നത്. അൾട്രയുടെ കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഷവോമിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു പാഡ് കൂടി ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷവോമി 6S Pro എന്ന് പറയുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. 12.4 ഇഞ്ച് വരുന്ന 3K റെസൊല്യൂഷനോട് കൂടിയിട്ടുള്ള LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 8 Gen 2ൻ്റെ പ്രോസസ്സറാണ് ഇതിന് പവറപ്പ് ചെയ്യുന്നത്. 10,000 mAh ബാറ്ററി, 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉണ്ട് എന്ന് പറയുന്നു. എനിവേ ഇന്ത്യയിലോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് ഇതിൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. വരുമായിരിക്കും, കാരണം പാഡ് അത്യാവശ്യം വിറ്റ് പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷവോമിയുടെ ഇന്ത്യയിൽ. സോ തീർച്ചയായിട്ടും വരുമെന്ന് തന്നെ വിചാരിക്കാം. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് അങ്ങനെ ടെക്ക് സംബന്ധമായിട്ടുള്ളൊരു ന്യൂസ് എന്നല്ല. ന്യൂസുകൾ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്വിറ്ററിൽ കണ്ടൊരു വീഡിയോ ആണ്. സിംഗപ്പൂരിലെ ഷാങ്കി എയർപോർട്ടിൽ അവരുടെ ലഗേജുകൾ വരുന്ന ഒരു രീതി, അതിൻ്റെ ഒരു ട്രാൻസ്പോർട്ടേഷനും ആ ഒരു എത്രത്തോളം ഇന്നോവേറ്റീവായിട്ടാണ് അവരത് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ലഗേജുകൾ വലിച്ചെറിയുന്നതും താഴെ എറിഞ്ഞ് പൊട്ടിക്കുന്നതും വല്ലാത്തൊരവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതി ഇത് കണ്ടപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നി. ഇതൊക്കെ എല്ലാ എയർപോർട്ടുകളിലും വരണം. കാരണം നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റുകൾ അതിങ്ങനെ ആ ഒരു നമ്മുടെ ലഗേജൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നതും താഴെ വീണ് പൊട്ടുന്നതൊക്കെ കാണുമ്പോൾ ഒരു അവസ്ഥ ഉണ്ടല്ലോ. സോ ഇതെന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. വാട്സാപ്പിൻ്റെ ടെക്സ്റ്റ് ഫോർമാറ്റ് നമ്മൾ കുറേയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. 2 സ്റ്റാറുകളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് ബോൾഡിൽ വരും. അതേപോലെ ഒരു 4 പുതിയ ഫോർമാറ്റുകൾ കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു നമ്പർ ഇടാനും അതേപോലെ തന്നെ ഡോട്ടുകൾ ഇടാനൊക്കെ ആയിട്ടുള്ള പുതിയൊരു ഫോർമാറ്റിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള സിമ്പിളുകൾ അല്ലെങ്കിൽ നമ്പറുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകളായിട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും. സോ വാട്സാപ്പിൽ ഇങ്ങനെ ഡീറ്റെയിൽ നമ്പറുകളൊക്കെ ഇട്ട് അയക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വലിയ യൂസ്ഫുള്ളാണ്. ഞാൻ ആ ഒരു യൂസ്ഫുൾ ആവുന്ന ആളുകളിൽ പെടുന്ന ഒരാളാണ് ഞാനും. നല്ലൊരു ഫീച്ചറായിട്ട് തന്നെയാണ് എനിക്കിത് തോന്നിയത്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. iPhone 16 സീരീസുകളെ കുറിച്ചുള്ള ഒരു വാർത്തകളില്ലാതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു എപ്പിസോഡ് പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കധികം റൂമേഴ്സാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കുറച്ച് ഡിസൈനുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രോ മോഡലുകളിൽ ഈ ഒരു ക്യാമറയുടെ സൈഡിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരും എന്ന് പറയുന്നു. എനിവേ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. വരുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയേണ്ടത് വരും. അതുകൂടാതെ മറ്റൊരു ഡിസൈൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഇത് ആക്ച്വലി S24 സീരീസാണ്. അതിനെ ആരോ പണി പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ട്. ആ ഒരു ക്യാമറ നേരെ വെർട്ടിക്കലി ആ ഒരു താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വരാനുള്ള കാരണം അവർ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു വിഷൻ പ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഐഫോണുകൾ വെച്ച് എടുക്കാനായിട്ട് സാധിക്കും. സോ ക്യാമറകളുടെ അലൈൻമെൻറ്റ് ഇത്തരത്തിലാണെങ്കിൽ മാത്രമാണ് ആ ഒരു സ്പെഷ്യൽ വീഡിയോസ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്നു. എന്താണ് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം.
കൊള്ളാമല്ലേ, നന്നായിട്ടുണ്ട്. പണിയെടുക്കുന്നവർ നല്ല രീതിക്ക് തന്നെ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ആപ്പിൾ അറിയുന്നുണ്ടോ ആവോ? ആപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആപ്പിളിൻ്റെ സൈഡിൽ നിന്നും ഒരു സ്മാർട്ട് റിങ് അധികം വൈകാതെ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. സോ അവരും ഇത്തരത്തിലുള്ള ഒരു റിങ്ങിന് വേണ്ടിയിട്ടുള്ള പണിപ്പുരയിലാണ്. സാംസങ് ഓൾറെഡി അതിൻ്റെ പണിപ്പുരയിലാണ്. വരും ദിവസങ്ങളിൽ അത് പുറത്തിറങ്ങും. അതുകൂടാതെ നോയ്സ് മറ്റ് കമ്പനിക്കാരെല്ലാവരും പുറത്തിറക്കിയിട്ടുണ്ട്. സോ ആപ്പിളും അധികം വൈകാതെ ഒരു റിങ്ങുമായിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. സോ സമയമെടുക്കും എന്തായാലും. ഈ ഒരു വർഷമൊന്നും എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവരെന്തായാലും കൊണ്ടുവരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടേ കൊണ്ടുവരുള്ളൂ. ഓപ്പോ F25 Pro എന്ന് പറയുന്ന ഫോണിൻ്റെ ലൈവ് ഫോട്ടോസ് ലീക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ആയിരിക്കാം അല്ലായിരിക്കാം. F സീരീസിലൊരു ഫോൺ വരുന്നുണ്ട്, F25 Pro. അതിൻ്റെ ലീക്ക്ഡ് ഇമേജ് ആണ് ഈ കാണുന്നത്. ഈ ഒരു F സീരീസൊക്കെ സീരിയസ് ആയിട്ട് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നോക്കാം, അത്രയേ ഉള്ളൂ. സെനൈസർ HD490 Pro എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഹെഡ്ഫോൺ വരുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ അത് അവൈലബിൾ ആണ്. 34,000 രൂപയ്ക്കൊക്കെയാണ് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആമസോണിൽ 27,000 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. സോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ സെനൈസറിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഹെഡ്ഫോൺ നോക്കി നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ നത്തിങ് ഫോൺ 2A അവരെങ്ങനെയാണ് ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. ആ ഒരു ചിപ്സെറ്റ് 7200 ആണെന്നുള്ളത് ഓൾറെഡി പുറത്തായതായിരുന്നു. അപ്പോൾ കാൾപേ കഴിഞ്ഞ ആഴ്ച ഒരു ട്വീറ്റ് ചെയ്തു 7200 അല്ല, വേറെ പ്രൊസസ്സറാണെന്നുള്ളത്. അത് അന്ന് തന്നെ വൈകിട്ട് അവരത് റിവീലും ചെയ്തു. 7200 Pro ഇതാണ് അതിൻ്റെ ചിപ്സെറ്റ് എന്ന് പറയുന്നത്. സോ വീണ്ടും എന്താ പറയുക, ഇങ്ങനെ ഹൈപ്പ് കയറി വരികയാണ്. സോ നത്തിങ് ഫോൺ 2Aയിൽ Dimensity 7200 Pro എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ കണ്ടത് പല സ്ഥലങ്ങളിലും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 24,000-നും 28,000-നും ഉള്ളിലായിരിക്കുമെന്ന് പറയുന്നു. സത്യമാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം 30,000, 31,000 ആ ഒരു റേഞ്ചിലേക്ക് പോയി പ്ലേസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ഒരു 24,000, 28,000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ വരികയാണെന്നുണ്ടെങ്കിലോ കിഡിലനായിരിക്കും. ഇതിൻ്റെ റിയൽ ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. സോ എന്തായാലും ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുണ്ട്. കാത്തിരിക്കാൻ മറ്റൊരു നല്ല ഫോൺ കൂടി ആയിട്ടുണ്ട്. ഓൾറെഡി iQOO Neo 9 Pro ലോഞ്ച് ചെയ്തു. സോ ഇനി നത്തിങ് ഫോൺ 2Aക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അടുത്ത മാസം 5-ാം തീയതി, മാർച്ച് 5-ാം തീയതി ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, അതൊരു ഇച്ചിരി നല്ല ന്യൂസാണ്, നല്ലൊരു സന്തോഷം തരുന്ന ന്യൂസാണ്. ഗൂഗിൾ ഫോണുകൾ, അതായത് പിക്സൽ ഫോണുകൾ Q2 മുതൽ, ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോവുകയാണ്. അതും ഇവിടെ നിന്നായിരിക്കും മറ്റ് സ്ഥലങ്ങളിലോട്ടുള്ള ഷിപ്പിങ്ങും ഉണ്ടായിരിക്കുക. സോ ഗൂഗിളും ഇന്ത്യയിലോട്ട് വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനം ഉള്ളൊരു മുഹൂർത്തം തന്നെയാണ് കേൾക്കാനായിട്ട്. എല്ലാ സ്മാർട്ട് ഫോണും, ആപ്പിൾ, സാംസങ് എല്ലാവരും ഇന്ത്യയിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു സങ്കടം വേറൊരു സൈഡിലുണ്ട്. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ടാക്സിലൊക്കെ കാര്യമായിട്ടുള്ളൊരു കുറവ് വരേണ്ടതാണ്. പക്ഷേ ആ ഒരു ബെനിഫിറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. പ്രൈസ് ഇപ്പോഴും ലക്ഷങ്ങളിൽ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തെ ന്യൂസ് എന്ന് പറയുന്നത്. അടുത്ത ആഴ്ച അതിഗംഭീര ന്യൂസുകളായിരിക്കും, ഒരു തരത്തിലുള്ള സംശയവും ഇല്ല. കാരണം MWC ഒരുപാടുണ്ടായിരിക്കും നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.